അങ്ങനെ ഞാനും കൈലാസും പുത്തുക്കാവ് ഭഗവതിയെ ദർശിച്ചതിനു ശേഷം നമ്മൾ പുത്തുക്കാവ് ഭഗവതിയുടെ സഹോദരനായ പേരാമ്പ്ര പുണ്യാളനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. താൽക്കാലികമായി മറ്റുള്ള ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ മാത്രം ഒന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ വണ്ടി തിരിച്ചു. പേരാമ്പ്ര പള്ളിയെക്കുറിച്ച് പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ പേരാമ്പ്ര ഭാഗത്ത് റോഡ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു എപ്പോഴും. ഇപ്പോൾ ഈ റൂട്ടിൽ ബ്ലോക്കുകൾ ബ്ലോക്കാണ്. മൊയ്തീനൊക്കെ വരുമ്പോൾ ഇപ്പോൾ വളരെയധികം നേരം വൈകിയാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സർവീസ് റൂട്ടിലൂടെ അങ്ങോട്ട് പിന്നെ ഹൈവേയിലേക്ക് കയറി. പിന്നെ പെട്രോൾ കഴിഞ്ഞിരുന്നു വണ്ടിയിൽ. അപ്പോൾ പിന്നെ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ച് പെട്രോൾ പമ്പിലേക്ക് കയറിയപ്പോഴുണ്ട് എൻ്റെ കൂടെ പഠിച്ച സ്മിതയെ ഒന്ന് കണ്ടു. വിശേഷങ്ങളും കുശലങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഇത് നമ്മുടെ കൊടകരയിലെ ഒരു മെയിൻ വർഷ 3 സ്റ്റാർ ഹോട്ടലാണ്. നല്ല സർവീസും നല്ല ഫുഡുമാണ് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ നമ്മുടെ ഗാന്ധിനഗർ ഭാഗത്ത് എത്തി. അവിടെ നിന്ന് ഞാൻ 1 കിലോ 100 രൂപയ്ക്ക് ചെറുനാരങ്ങയും 100 രൂപയ്ക്ക് നെല്ലിക്കയും മേടിച്ചു. അപ്പോഴുണ്ട് ഞാൻ എപ്പോഴും ഈ കടയിൽ കയറി ബജിയും മസാല ബോണ്ടയും പരിപ്പ് വടയും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉള്ളിവട നല്ല ടേസ്റ്റാണ്. 13 വർഷമായി ആ ചേട്ടനാണ് ബിസിനസ് തുടങ്ങിയിട്ട്. നല്ല ഇതാണ് കടയാണ്. പിന്നെ അങ്ങനെ നമ്മളിതേ വെല്ലപ്പാടി എത്തി. കനകമല കുരിശുമുടി ആ വഴിയിലാണ്. നമ്മുടെ സുനിതയുടെ പച്ചക്കറി കടയിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറികളൊക്കെ മേടിച്ച് സുനിതയുമായി ഒന്ന് കുശലമെല്ലാം പറഞ്ഞ് സുനിത ഈ പച്ചക്കറി ഇപ്പോൾ എടുത്തിട്ടൊരു 4 വർഷമായിട്ടുള്ളൂ. ആദ്യം ഇവിടെ ഒരു ദേവസി ചേട്ടനായിരുന്നു. അങ്ങനെ സുനിതയോട് പിന്നീടുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞ് സുനിതയെ ഒന്ന് ചിരിപ്പിച്ച് നമ്മളവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ തുളസി ചേച്ചി വരുന്നുണ്ടായിരുന്നു. തുളസി ചേച്ചിയോടും വിശേഷം പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ വഴി അവിടെ എത്താറായപ്പോൾ നമ്മുടെ കണ്ണാപ്പിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു മൈൻഡുമില്ല. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി പോലും ആൾ തരാത്ത സങ്കടത്തോടു കൂടി ഞാൻ വീണ്ടും എൻ്റെ വണ്ടിയെ തിരിച്ച് നമ്മുടെ അഴകം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് പലചരക്ക് സംഭവങ്ങളെല്ലാം എടുക്കുന്നത്. ഇവിടുത്തെ ചേട്ടൻ വീട്ടിലേക്ക് സർവീസ് ചെയ്ത് തരും. ഹോം ഡെലിവറി ഉണ്ട്. ഒരുവിധം എല്ലാ ഐറ്റംസും ഇവരുടെ ഷോപ്പിലുണ്ട്. ഒരുപാട് വിലയും കൂടുതലില്ല. നല്ലൊരു ചേട്ടനും ചേച്ചിയുമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വരുമ്പോൾ നമ്മുടെ അഴകത്തിലെ സ്വാതി ലൈനിലെ കൊച്ചു സുന്ദരികളെ കണ്ട് അവർക്കും ഒരു ചിരിയെല്ലാം വെറുതെ വിട്ടുകൊടുത്തു. അതിനൊന്നും പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ശ്രുതിയെയും ഹസ്ബൻഡിനെയും കണ്ടു. ശ്രുതിയുടെ വീട് അടിപൊളി വീടാണ്. ഞങ്ങളുടെ ശില്പക്കുട്ടിയുടെ ഉണ്ണിയെയും കൊണ്ട് ഈവനിങ് വാക്കിങ്ങിന് പോകുന്ന സമയമായിരുന്നു. സോറമ്മാം അവിടെ ഉമർത്തിയിരിപ്പുണ്ടായിരുന്നു, വീടിൻ്റെ ഉമർത്ത്. ആരോമായി ഫോണിൽ എന്തോ കുശുമ്പും കുന്നായ്മൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ വീടിൻ്റെ ഉമർത്തിയിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.